പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഇതിൻ്റെ മുൻപ് ചീര പാകിയത് കാണിച്ചിരുന്നല്ലോ. ചീരൊക്കെ എത്ര വലുതായിട്ടോ. പച്ച ചീരൊക്കെ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. ഏകദേശം നമുക്ക് പച്ചച്ചീരൊക്കെ പറിക്കാനുള്ള ഒരു ഇതായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ഇലയൊക്കെ നമ്മളെ കയ്യിൻ്റെ വലിപ്പമുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മളൊരു കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൻ്റെ ഏകദേശം കയ്യിൻ്റെ വലിപ്പമുണ്ട്. നല്ല ഇലകളാണ് കേട്ടോ. അത് കണ്ടില്ലേ, അതൊക്കെ നല്ല വലിപ്പമുള്ള ഇലയാണ്. നമുക്കൊരു 3 ചീരൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2 ആൾക്ക് 3 ആൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ അത്രക്ക് വലിപ്പമുള്ള ചീര കേട്ടോ. ഇത് ചുവപ്പ് ചീര അത്ര വലുതായിട്ടില്ല. ചുവപ്പ് ചീര വലിപ്പം കുറവാണ്. വളർച്ച ഇവിടെയൊക്കെ നമ്മൾ പറിച്ചതാണ് കേട്ടോ. ഇവിടെയൊക്കെ ചുവപ്പ് ചീരൊക്കെ നല്ല ഉണ്ടായിട്ട് നമ്മളിതൊക്കെ പറിച്ചതാണ്. പിന്നെ നമ്മളിവിടെ ഈ ഒരു ചെടി പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ നാട്ടിൽ കാണുന്നത് ഇതൊരു പ്രത്യേക പൂവാണ് കേട്ടോ. മറ്റേത് നമ്മളതിന് 3 ഇല്ലല്ലോ ഉണ്ടാവില്ല. ഇത് റോസിൻ്റെ മാതിരി നല്ല കട്ടൊക്കെ ഇല്ല ഉണ്ടാവുന്നത്. നല്ല നല്ല ഇല ഉള്ളതാണ്. അത് നല്ല കാണാൻ ഭംഗിയുള്ളൊരു പൂവാണത് കേട്ടോ. പിന്നെ ഇവിടെ കുക്കുംബർ കണ്ടില്ലേ. കുക്കുംബർ ഞാൻ ഇതിന് പണ്ട് ഇവിടെ നടണത് ഞാൻ കാണിച്ചിരുന്നു. അങ്ങനെ വള്ളി വീശാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ തെച്ചി മരം കണ്ടില്ലേ. തെച്ചി മരം ഇത് എപ്പോഴും ഏത് സമയത്തും ഇതിന് പൂവാണ് കേട്ടോ. നമുക്ക് ഏത് സമയത്തും ഇത് പൂവ് തരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഈ സൈഡിൽ നിന്ന് ഈ ഒരു മരം കൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റണില്ല. കണ്ടില്ലേ, ഒരു മറവുണ്ടായില്ല. അതുപോലെ തന്നെ ഇവിടെ കുക്കുംബറൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ചീര, പച്ചച്ചീര, ചെറിയ ചീരകളാണ് കേട്ടോ. ഇതൊക്കെ ഇത് കണ്ടില്ലേ, ഇതിന് നിറയെ പൂവാണിത്. ഈ ഭാഗത്ത് സൈഡിലും ഇങ്ങനെ ഇവിടെ ഒക്കെ പൂക്കൾ, നല്ല പൂക്കളുണ്ട് കേട്ടോ. നല്ല കാണാൻ ഭംഗിയുള്ള പൂവാണിത്. നല്ല ചെറിയ പൂക്കളായിട്ട്. പിന്നെ അത് ഇവിടെ ശംഖുപുഷ്പം, കുക്കുംബർ, അതൊക്കെ ഞാൻ ഒരുപാട് കാണിച്ചതാണ് കേട്ടോ. പിന്നെ ഇവിടെ വേണ്ടില്ല ഈ ഇത് 10 മണി മുല്ല, നല്ല കളർ. ഇതുമാതിരി 3 കളറുണ്ട് കേട്ടോ. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മളൊരു തൂണിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു തൂണുമ്മലാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള പൂക്കളാണത്. അതുപോലെ തന്നെ ഇവിടെ മൊത്തത്തിലെല്ലാം നല്ല പൂക്കളുണ്ട് കേട്ടോ. നമ്മളെല്ലാ ചെടികളും നല്ല പൂക്കളാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സീസണാണല്ലോ. പിന്നെ ഈ ഒരു ചെമ്പരത്തി പൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഇതിൻ്റെ ഇലക്ക് തന്നെ ഒരു പ്രത്യേക 2 കളറ് ഉള്ള ഇലയാണിത്. കണ്ടില്ലേ, ഇതിൻ്റെ ഇല വെള്ളയും ചുവപ്പ് പൂവാണ് കേട്ടത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ തെച്ചിപ്പൂവും അടീനിയം പൂവ്, അതുപോലെ തന്നെ എല്ലാ ചെടികളും നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട് കേട്ടോ. വേണ്ടില്ലേ, ഇവിടെയൊക്കെ നമ്മളെല്ലാ ചെടികളും നല്ല ഉഷാറാകുന്നുണ്ട്. ഈ പൂവിടണ കാലമാണല്ലോ, അതുകൊണ്ടാകും. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ആണിത്, വലിയ വീഡിയോ അല്ല. അപ്പോൾ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എല്ലാം പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ തീരാൻ നിന്നാൽ നമ്മളതാണ് മറന്നുപോയി. അപ്പോൾ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഇത് ബിഗോണിയാണ് കേട്ടോ. ബിഗോണിയൻ്റെ റോസ് പൂവാണ് ഇതിന്. അതുപോലെ തന്നെ ഇതിന് റെഡ് പൂവുണ്ട്. അങ്ങനെ പല കളറുള്ള ബിഗോണിയ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചെടിമേ പൂ വരുന്നുണ്ട്. പിന്നെ നമ്മൾ റെഡ് പ്ലാന്റ് ഉണ്ടല്ലോ, ഇത് നമുക്ക് കട്ട് ചെയ്ത് വേറെ ചെടി ആക്കാനായിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേറെ ഒരു ചെടി, ഇത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഈ ചട്ടിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഇതിങ്ങനെ കാണാൻ നമുക്ക് നല്ല ഭംഗിയാണ്. നല്ല കളറുമാണ് കേട്ടത്. ഇതിൻ്റെ എല്ലാ ഇലയും റെഡ് കളറാണ്. അതുപോലെ തന്നെ നമ്മളെ
മൊത്തത്തിൽ ഇങ്ങനെ ഇങ്ങനെ മുറ്റം ഫുള്ള് സൈഡിലൊക്കെ ചെടികളാണ് കേട്ടോ. ഈ ഭാഗത്ത് ഫുള്ള് ചെടികളാണ്. നമ്മളത് ആ ഭാഗത്തൊക്കെ ഇപ്പോൾ ഇന്നലെ കാണിച്ച് ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് എപ്പോഴും ഇങ്ങനെ കാണിക്കുന്നവർ ശരിയല്ലല്ലോ. അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ നമ്മൾ ഒക്കെ പ്രൂണിങ് ചെയ്തിട്ട് ഒക്കെ കട്ട് ചെയ്താണ് കേട്ടോ. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ കാണിക്കുന്നില്ല. പിന്നെ ഇവിടൊക്കെ ബിഗോണിയ നമ്മളെ അതേമാതിരി അഗ്ലോണിമ. ഈ ചെടീൻ്റെ പേരറിയില്ല കേട്ടോ. ഇത് ഒരു ഇൻഡോർ പ്ലാന്റാണ്. ഇതിൻ്റെ പേരാർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് ആ പേരറിയാമല്ലോ. അത് തീർത്തും ഇത് ഒരു ഇൻഡോർ പ്ലാന്റാണ് കേട്ടോ. ഒരു നല്ല വളർച്ചയുണ്ട്. നമുക്ക് സൂര്യപ്രകാശം തീരെ തട്ടിക്കണമെന്നൊന്നുമില്ല. ഇൻഡോർ പ്ലാന്റായിട്ട് ഇതിന് നമുക്ക് വളർത്തിയെടുക്കാം. ഇടയ്ക്ക് തട്ടിക്കണമെന്നില്ല. ഫുള്ള് നമ്മൾ ഏത് സമയത്തും ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയൊരു ചെടിയാണത്. ഇതിൻ്റെ തൈ ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. പുതിയൊരു തൈ വാങ്ങിയതാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ അഗ്ലോണിമ ഉണ്ട്. ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. പേരറിയാത്ത ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ പേര് നമുക്ക് പഠിച്ചാലും നമ്മൾ അപ്പം തന്നെയാണ് മറന്നു പോകും. അതാണ് നമുക്ക് ഈ ഒരു പ്രശ്നം. അതാണ് നമ്മളിപ്പോൾ ചെടീൻ്റെ പേരൊക്കെ നമ്മൾ ഓർത്ത് വെക്കും, പിന്നെ അത് വീഡിയോ എടുക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു വിഷയമുണ്ട് ഇതിൽ. പിന്നെ ഈ റെഡ് പ്ലാന്റ് ഇവിടെ നമ്മളിത് തൈകളുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾക്ക് ഒരുപാട് തൈകൾ ഇവിടെ ഒരു 4 തൈയാണ് ഉണ്ടാക്കിയത്. ഇതിമൊന്നും കട്ട് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിനി കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് കട്ട് ചെയ്യും കേട്ടോ. ഒന്നുകൂടി ഒന്ന് വലുതായാൽ ഒക്കെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇതൊരു പുതിയൊരു പ്ലാന്റ് ആവും. ഇവിടെ ജർജീർ കണ്ടില്ലേ? ജർജീറൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഈ അബിയു പറഞ്ഞ ഒരു ചെടി ഒരു പഴത്തിൻ്റെ തൈയാണിത്. ഇവിടെ അങ്ങനെ ഒരു 2 എണ്ണം മുളച്ചിട്ടുണ്ട്. നമ്മളപ്പുറത്ത് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ട് കുക്കുംബർ കേട്ടോ. കുക്കുംബർ ഇവിടെ നല്ല വലുതായിട്ടുണ്ട്. അപ്പോൾ പൂവ് ഇങ്ങനെ ആയി വരുന്നുണ്ട്. കുക്കുംബർ ആയിട്ടില്ല. ഇനി നമുക്കിതിങ്ങനെ അങ്ങോട്ട് മേലോട്ട് പടർത്തി വിടണം. എന്നാലേ അത് നല്ല കായ ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ പടർത്തി വിടണം, എന്നാലേ കായ ഉണ്ടാവുള്ളൂ. ഇതൊരു തൂക്കുചട്ടിയിൽ വെക്കേണ്ട ഒരു ചെടി. ഞാൻ മറന്ന് ഇതിൽ വെച്ചു കേട്ടോ. ഇത് വലുതാകുമ്പോൾ കട്ട് ചെയ്തിട്ട് നമുക്കാണ് മാറ്റണത്. ഇതെല്ലാവർക്കും അറിയാം. ഇത് റോഡ് സൈഡിലൊക്കെ ഉള്ളൊരു പൂവാണ് കേട്ടോ. അത് നമ്മളൊരു തൂണുമ്പോൾ അങ്ങനെ വെച്ചിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ കമ്പ് ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ ഏതായാലും നട്ടു നോക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. നമ്മളിവിടെ ഇതിൻ്റെ വഴുതനങ്ങൻ്റെയും മുളകിൻ്റെയും ഒക്കെ തൈ പാകിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇതൊക്കെ മുളക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ മുളകാണ്. ഇതിലിങ്ങനെ ഇതൊക്കെ അടീനിയത്തിൻ്റെ തൈകളാണ്. ഇവിടെ വഴുതനങ്ങയാണ് കേട്ടോ. ഇതിൽ 2 വഴുതനങ്ങയാണ്. വഴുതനങ്ങൊക്കെ മുളക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുളകും മുളക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഈ കട്ടിങ്സ് വെച്ചിട്ട് ഇതിൻ്റെ കട്ടിങ്സൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് പിടിക്കുന്നതാണ്. അതുപോലെ ഇത് പൂച്ചെടിയാണ് കേട്ടോ. പെട്ടെന്ന് പിടിക്കണ ഇതാണ് ഈ ചെടിയാണിത്. അതിന് ഒരു 3 ദിവസം കൊണ്ട് ഇതിൻ്റെ വേര് പിടിക്കും. ഇവിടെയൊക്കെ നമ്മൾ തൈകളുള്ളതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പയർ നല്ല കായ്ക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇവിടെ ഒരു പയർ ഇവിടെ ഉണ്ട്. പിന്നെ ഇതുണ്ട്. ഈ ഭാഗത്തൊക്കെ പയറുകളാണ്. ഇത് നല്ല കായ്ക്കണ ഒരു പയറിനാണ് കേട്ടോ. അത് കണ്ടില്ലേ? ഇവിടെയൊക്കെ നിറയെ തൂങ്ങിക്കുണ്ട്. ഇതിൽ ഈ പയറുമ്പോൾ ഇങ്ങനെ പയർ വീണ്ടും വള്ളി പടർന്നുകൊണ്ട്. അപ്പോൾ ഈ പയർ നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തില്ല, പിന്നെ ആ പയറാണ്ട് കേട് വരും കേട്ടോ. വള്ളിക്ക് വേറെയും പടക്കാൻ സ്ഥലം ഉണ്ടല്ലോ, പയറുമ്പോൾ തന്നെ പടക്കുകയാണത്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല പയറുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ? ഇതൊക്കെ പയറുകളാണ്. ഇവിടെയൊക്കെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പയറിപ്പോൾ തീരുമെന്ന് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ അതുപോലെ തന്നെ വഴുതനങ്ങ ഇവിടെയൊക്കെ പറിക്കാനായി. ഇന്ന് രാവിലെ ഒരു തോരൻ വെക്കാനത് നമ്മൾ ഇന്ന് പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിൽ ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ വലിയൊരു പണിയൊന്നും ചെയ്യണ്ട. നമ്മൾ ചെറിയ ഒരു അധ്വാനം, ഒരു ദിവസം ഒരു 10-15 മിനിറ്റ് നേരം നമ്മളൊരു ദിവസം അധ്വാനിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിലുള്ള എല്ലാ പച്ചക്കറിയും നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ? ഇതൊരു ചെടിയാണ് കേട്ടോ. ഈ ഒരു ചെടിമേ നിറയെ പൂക്കളാണ് കേട്ടോ. ഇത് കണ്ടില്ലേ?
ഇവിടെയൊക്കെ പൂക്കളാണ് കേട്ടോ. ഇതിങ്ങനെ നിറഞ്ഞ് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇത് നല്ല വെള്ള കളറിട്ടൊരു പൂവിൻ്റെ ഒരു ഉണ്ടാവും കേട്ടോ. അത് നിലത്ത് തട്ടിയൊക്കെ നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇതൊക്കെ നിലത്ത് തട്ടിയത് നിറയെ പൂക്കളാണിത്. ഈ പൂക്കൾ ഇത് കാണാൻ നല്ല ഭംഗിയാവും കേട്ടോ. ഇത് കണ്ടില്ലേ? ഇത് ഫുള്ള് പൂക്കൾ, ഇവിടെയൊക്കെ മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. ഇത് കണ്ടില്ല മോൾ ഭാഗം എന്താണ്, നല്ല ഭംഗിയാണിത്. നമുക്കിത് വെയിലില്ലാത്തടത്ത് വെക്കണം, എന്നാലേ നമുക്കത് ഇതിൻ്റെ ഒരു നിറയെ പൂക്കൾ ഉണ്ടാവുള്ളൂ. വെയിലുള്ളിടത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പൂക്കൾ ഉണ്ടാവില്ല. പിന്നെ ഇവിടെ നമ്മൾ പടലങ്ങ തൈ പാകിയത് വരും, അത് മുളക്കണില്ല. പടലങ്ങ എന്താ പറ്റിയെന്നോ, നമ്മളിന്ന് പുതിയ വിത്തുകൾ കൊടുന്നിട്ട് വീണ്ടും പാകാനുള്ള ഒരു ഒരുക്കത്തിലാണ് നമ്മൾ. അതുപോലെ തന്നെ ഇവിടെ കോവക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കോവക്ക ഈ മരത്തുമ്മ കോവക്കയാണ്. കോവക്കൻ്റെ കായ്കൾ ഇവിടെ ഇങ്ങനെ കുറച്ച്, കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ കുറച്ചൊക്കെ ഉള്ളൂ. നമ്മളിങ്ങനെ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടുന്ന് 1-2 കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വള്ളി ഒന്ന് കട്ട് ചെയ്ത് തൈ ഉണ്ടാക്കാനുള്ളൊരു ഇതിലാണിപ്പോൾ. നമ്മൾ ഫുള്ള് കട്ട് ചെയ്യല്ല, നമ്മൾ ആവശ്യത്തിനുള്ള കട്ട് ചെയ്തിട്ട് തൈ ഉണ്ടാക്കുക. അതുപോലെ ഇവിടെ മൈലാഞ്ചി മരം ഉണ്ട് കേട്ടോ. മൈലാഞ്ചി ഉണ്ട്, കറിവേപ്പ് ഉണ്ട്. നമ്മൾ ഒരുവിധം പച്ചക്കറി ഫുള്ള് നമ്മളെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി ഉണ്ട്, ഏലമുണ്ട്, കറുവപ്പട്ട ഉണ്ട്, ഗ്രാമ്പൂവിൻ്റെ തൈ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മഞ്ഞളുണ്ട്, പപ്പായ ഉണ്ട്. പിന്നെ ഇവിടെ കമ്പം, ചോളം എന്നൊക്കെ പറയും, കമ്പെന്ന് നമ്മളിവിടെ കമ്പെന്ന് പറയും, ചോളം കമ്പെന്നൊക്കെ പറയണത്. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ അത്. കഞ്ഞിക്കൂർക്കൽ ആ വട്ടയിലായിട്ട് ഇങ്ങനെയുള്ളത്. ആ ഓല കാണുന്നത് ഇതാണ് ചോറ്റോല അറിയും, നമ്മൾ ചോറിലൊക്കെ ഇടുന്ന ഒരു സ്മെല്ലിന് ഉപയോഗിക്കാൻ പറ്റും. അതേമാതിരി തന്നെ ഇവിടെ കയ്പക്ക ഉണ്ട് കേട്ടോ. കയ്പക്ക ഒരു കേട് വരുന്നുണ്ട്, ഒരു തുരുമ്പൽ കേട്. എന്നാലും അത് നമ്മൾ കുറേ മരുന്നൊക്കെ അടിച്ചിട്ടുണ്ട്. ഇതാണ് ചോറ്റോല എന്ന് പറഞ്ഞത്. അത് വേറെ 2 തൈകളാണ്. പിന്നെ അതൊരു അമരപ്പയറാണ് കേട്ടോ. ഇതിന്മേ അമരക്ക ഉണ്ടായിട്ടില്ല, ഉണ്ടാവുള്ള അപ്പോൾ അടുത്ത് അതും പൂവിടുമെന്നാണ് തോന്നുന്നത്. പിന്നെ അവിടെ നമുക്ക് ചിരങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചിരങ്ങ ഇതുണ്ടല്ലേ, ചിരങ്ങ അത് നല്ല ഉണ്ടാവുന്നുണ്ട്. അപ്പുറത്തും ചിരങ്ങ ഉണ്ട്. ചിരങ്ങ ഇപ്പോൾ ഒരു ചിരങ്ങ പറിച്ചിട്ടോ, ഏകദേശം 2 കിലോൻ്റെ അടുത്തുണ്ടാവും ചിരങ്ങ. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇതും ചിരങ്ങയാണ്. ഇവിടെയൊക്കെ ചിരങ്ങ ഉണ്ടാകുന്നത്. ഇത് ഒരു ചിരങ്ങയാണ്. അപ്പോൾ ചിരങ്ങ നമ്മളെ ആവശ്യത്തിനുള്ള ചിരങ്ങൊക്കെ ഏകദേശം ഇവിടെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിരങ്ങ അപ്പുറത്ത് തോട്ടിൽ ആ ഭാഗത്തൊക്കെ ഇനി ഉണ്ടായിട്ടുണ്ടോയെന്ന് അറിയില്ല. നമുക്ക് അവിടെ കയറി നോക്കിയെങ്കിൽ അവിടേക്ക് ചിരങ്ങ കായ്ച്ചിട്ടുണ്ടാവും എന്നുള്ളത് അറിയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, പിന്നെ ഇഞ്ചി ഉണ്ട്. ഇവിടെ ഇഞ്ചി ഉണ്ട്. ഇത് കരിമ്പാണ് കേട്ടോ. കരിമ്പ് വലിയ ഇതായി, പക്ഷെ നമ്മളത് അങ്ങനെ കൂടുതലായിട്ടാണ് ഉണ്ടാവാനായിക്കില്ലല്ലോ. ഉള്ളത് കട്ട് ചെയ്യുക, അതൊക്കെയാണ്. പിന്നെ അത് നമ്മൾ ഏലം കണ്ടില്ലേ, ഏലം നമ്മളവിടെ കായ് ഉണ്ടാവില്ല എന്നൊക്കെ വെറുതെ പറയുന്നുണ്ട്. നമ്മളവിടെ ഇത് കണ്ടില്ലേ, പൂവിട്ടിട്ടുണ്ട്. ഏലം നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. ഏലത്തിൻ്റെ ഇത് കണ്ടില്ലേ, ഏലം നല്ല ഭംഗിയായിട്ട് പൂവിടുന്നുണ്ട്. അതേമാതിരി പിന്നെ ഇവിടെ തക്കാളി ഉണ്ട്. തക്കാളി ഒരു ഉഷാറായിട്ടില്ല. മരം വലിയ മരമാണെങ്കിലും കായ ഉണ്ടാവുന്നില്ല. പിന്നെ ഇവിടെ ശീമച്ചിറങ്ങ ഉണ്ട്. ശീമച്ചിറങ്ങ പൂവിട്ടിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ അവിടെ ഇതിൽ കുമ്പളത്തിൻ്റെ വള്ളിയുണ്ട്. അത് 2 ഉണ്ട് അവിടെ. പിന്നെ വെണ്ടക്ക ചെറിയ വെണ്ടക്ക, അത്ര വലിയൊരു മരം ആയിട്ടില്ല കേട്ടോ അത്. എന്നാലും കുറച്ച് കഴിഞ്ഞാൽ അത് വലുതാവുമെന്ന് ഇങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ അവിടെ കുരുമുളകുണ്ട്, പിന്നെ തെങ്ങുണ്ട്, പിന്നെ ഈ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട്. ഇത് കവുങ്ങിൻ്റെ തൈ, അത് നമ്മൾ നട്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് കുഴിച്ചിടാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എല്ലാം നീട്ടിക്കൊണ്ട് പോകണില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നമ്മളെ വീട്ടാവശ്യത്തിന് ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു കൂടുതൽ വെക്കരുത്. ഒരു 3
വള്ളി, കയ്പ്പക്ക, അതേപോലെ 4-5 മരട് പിന്നെ വഴുതനങ്ങ, ഒരു 5-6 മരട് പിന്നെ പയർ. അങ്ങനെ കൂടുതലായിട്ടൊന്നും വെക്കരുത്. നമ്മളെ ആവശ്യത്തിന്, നമ്മളെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഏകദേശം പച്ചക്കറികളൊക്കെ നമ്മൾ തന്നെ അവിടെ പിന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് പിന്നെ എന്നെ കാണുന്ന ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. വലിയ ഒരു മെനക്കെടൊന്നുമില്ല. ഒരു ദിവസം ഒരു അരമണിക്കൂർ ഇതിനൊന്ന് മാറ്റി വെച്ചാൽ മതി, കൂടുതലായിട്ടൊന്നും വേണ്ട. അപ്പോൾ ഞാനിവിടെ പിന്നെ പയർ വാങ്ങണില്ല, അതുപോലെ തന്നെ വഴുതനങ്ങ വാങ്ങണ്ട, കയ്പ്പക്ക വാങ്ങണ്ട, ചിരങ്ങ വാങ്ങണ്ട, അതുപോലെ തന്നെ പിന്നെ ചീര, ഒരുവിധം പിന്നെ പച്ചക്കറികളൊക്കെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ, അതായത് മുളക്, വെണ്ടക്ക, തക്കാളി, പിന്നെ അങ്ങനത്തെ എല്ലാ പച്ചക്കറിയും നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ പുറത്തുനിന്ന് വാങ്ങേണ്ടത് പിന്നെ ഉള്ളി, വെളുത്തുള്ളി, അതൊക്കെയാണ് നമുക്ക് പിന്നെ പുറത്തുനിന്ന് വാങ്ങേണ്ടതായിട്ടുള്ളത്.